പ്രിയപ്പെട്ടവരെ, കടത്തനാട് മഹോത്സവത്തിന്റെ ഭാഗമായി അനവധി സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. പ്രവാസി ലോകം എന്ന ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പ്രവാസികൾ സാഹിത്യ സംസ്കാര രംഗങ്ങളിൽ അവരുടെ പങ്ക്, പ്രത്യേകം നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സംസ്കാര രംഗത്തും സാഹിത്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സജീവമാണെന്ന കാര്യത്തിൽ വേറെ സംശയവുമില്ല. അവർക്ക് അവരുടേതായ പങ്ക് വഹിക്കാൻ ഈ കടത്തനാടിന്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ പ്രവാസികൾ സഹായിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുമായുള്ള സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ സാഹിത്യ മേഖലയെ നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ CBM വാണിമേൽ. നമുക്കറിയാം, സംസ്കാര രംഗത്തും രാഷ്ട്രീയ രംഗത്തും സജീവ സാന്നിധ്യമാണ്. ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രവാസിയായി വ്യവസായിയുമായി ഉയർന്നു വന്ന് ജീവകാരുണ്യ പ്രവർത്തന നിറസാന്നിധ്യമായി എക്കാലഘട്ടത്തിൽ പ്രവാസികളോടെയും നാട്ടുകാരുടെയും ഒന്നിച്ചു നിൽക്കുന്ന ബഹുമാന്യ യൂനിസ് ഹസൻ അവരുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാബു MK, സത്യൻ മടക്കർ എന്നിവരെയും ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെക്ഷൻ ആരംഭിക്കാൻ വേണ്ടി ബഹുമാന്യ CBM വാണിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കടത്തനാട് സാംസ്കാരിക ഫെസ്റ്റിവലിന്റെ പ്രവാസ ലോകത്തെ വിവിധങ്ങളായ സമസ്യകളെ അധികരിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെ സംബോധന ചെയ്യുമ്പോൾ വളരെ പ്രവിശാലമായ ലോകത്തു നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ കഴിയൂ. പക്ഷേ ഇവിടെ സമയക്കുറവാണ്. എങ്കിലും ചില വസ്തുതകൾ, വർത്തമാനകാല പ്രവാസ ലോകത്തിൻ്റെ പുതിയ മുഖങ്ങളും മാഞ്ഞുപോകാൻ മനസ്സില്ലാത്ത പഴയ പ്രതാപങ്ങളുടെ ഇരുണ്ട മുഖവും അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. വിശപ്പിൻ്റെ വിളിക്കുത്തരം നൽകാൻ ഇത്രയേറെ സമയം കണ്ടെത്തിയ ഒരു ജനത പ്രവാസികളെ പോലെ മറ്റൊന്നുണ്ടാവില്ല. മതരംഗമായാലും രാഷ്ട്രീയമായാലും മറ്റേത് തലങ്ങളായാലും വിശക്കുന്നവൻ്റെ ആർത്തമായ വിളി കേൾക്കാൻ പ്രവാസികൾ നടത്തുന്ന അവരുടെ സേവന മുദ്ര ആർക്കും മറക്കാൻ കഴിയാത്തതാണ്, വിസ്മരിക്കാൻ കഴിയാത്തതാണ്. നാം പലപ്പോഴും കാണാറുള്ള നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന സിനിമാ ലോകത്ത് പോലും മനുഷ്യന്റെ നന്മകളെക്കുറിച്ച് പറയാൻ ഒന്നും ബാക്കിയില്ല. മലയാളത്തിൻ്റെ മഹാനടൻ തിലകൻ ചേട്ടൻ ഒരു നേരത്തെ കഞ്ഞി വെള്ളം കുടിക്കാനാണ് മലയാള സിനിമയിലെ വരണ്യവർഗത്തോട് കെഞ്ചി യാചിച്ചത്. അവർ സമ്മതിച്ചില്ല. മതരംഗമായാലും രാഷ്ട്രീയ രംഗമായാലും എത്ര വർഷക്കാലമായി പ്രവാസികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവരുടെ വേദനകൾ പങ്കുവെക്കുന്നു, കേൾക്കാൻ തയ്യാറല്ല. പക്ഷേ ജീവിക്കുന്ന പ്രവാസി അവൻ കൂടപ്പിറപ്പുകളെ അറിയുന്നു, അവൻ പരിസരങ്ങളെ അറിയുന്നു, അവൻ അർത്ഥമായ വിളി കേൾക്കുന്നു. അവൻ്റെതാണ് ഈ കാണുന്ന നമ്മുടെ നാട്ടിൽ മലയാളത്തിൻ്റെ മണ്ണിൽ കാണുന്ന സൗധങ്ങൾ, പള്ളികളും പള്ളിമേടകളും ക്ഷേത്രങ്ങളും ക്ഷേത്രഭവനങ്ങളും കലാലയങ്ങളും സൗധങ്ങളും സാംസ്കാരിക പൈതൃകങ്ങൾ അടങ്ങിയ എത്രയോ മുഹൂർത്തങ്ങൾ അവൻ്റേതായിട്ടുണ്ട്. പക്ഷെ അവനൊന്നും ബാക്കിയില്ല എന്നാണ് സത്യം. കേവലം ഒരു പ്രവാസിയായി ഗൾഫിലെത്തുന്ന മലയാളി, അവൻ്റെ ആകത്തുക സമ്പാദ്യമെന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തെ അവൻ പോറ്റി വളർത്തുന്നു, പരിസരങ്ങളെ നോക്കിക്കാണുന്നു, ചുറ്റുവട്ടങ്ങളും പ്രകാശിതമാക്കുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളത് കുറേ രോഗവും പുരത്തപ്പെടാത്ത പ്രതീക്ഷകളും മാത്രമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രവാസികൾക്ക് ബോധ്യപ്പെടുന്നത്, അവനെ സ്വീകരിക്കാൻ എന്നും കുടുംബത്തിലെ ആളുകളില്ലെങ്കിൽ പോലും പരിസരങ്ങളിൽ മനുഷ്യരുണ്ട് എന്ന യാഥാർത്ഥ്യം നാം ഇവിടെ എടുത്തു പറയുകയാണ്. ഇത് പറയാനുള്ള കാരണം, ലോകത്ത് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് പ്രവാസികളെക്കുറിച്ച്, കഥകൾ വന്നിട്ടുണ്ട്, നോവലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രവാസികളെ മനുഷ്യന്മാരായി കാണാൻ സമരസ് പ്രകടിപ്പിച്ച ഒരു ജനവിഭാഗം മലയാളികൾ മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ UP താമസിക്കുന്ന ദുബൈയിലെ ഒരു UP പ്രവാസി, അവൻ രാവിലെ വിളിച്ചു ചോദിക്കുന്നത് അവൻ്റെ വീട്ടിലോട്, അമ്മേ അല്ലെ ഉമ്മ, എൻ്റെ ഭവനം കൊള്ളയടിക്കപ്പെട്ടോ, എൻ്റെ മകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടോ, എൻ്റെ സ്വത്ത് മുദ്രയടിക്കപ്പെട്ടോ എന്നാണ്. എന്നാൽ
ഒരു മലയാളിയായ പ്രവാസി തൻ്റെ അമ്മയോട് വിളിച്ചു ചോദിക്കുന്നത് കാലത്ത്, പുതിയാപ്പിള വന്നോ, ഹസ്ബൻഡ് വന്നോ, പെങ്ങളുടെ എന്തായിരുന്നു സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ, മന്തിയാണോ ബിരിയാണിയാണോ? രണ്ട് വ്യത്യാസമാണ്. ഇവിടെ ചോദിക്കുന്നത് മനുഷ്യനെ മനുഷ്യനാക്കി കണ്ട ഒരു വൃത്തത്തിന്റെ, രാഷ്ട്രീയ വൃത്തത്തിന്റെ പല്ലാളയിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ടാണ്. അതിന് കാരണമാക്കിയ ഒരു സമൂഹമുണ്ട്. അത് ഇന്ദിരാ പ്രിയദർശിനി നേതൃത്വം കൊടുത്ത ഒരു സംവിധാനമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിന് പുറത്തുള്ള നമ്മളെ വല്ലാതെ വികാരം കൊള്ളിക്കാറുണ്ട്. സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ്. സമ്പാദിച്ചാൽ ആ സമ്പാദ്യം ഒരു നേരം കഞ്ഞിവെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത വിധം കൊള്ളയടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ അവിടെ പ്രവാസികൾ നാട്ടിലും ഗൾഫിലും കൊള്ളയടിക്കപ്പെടുന്നു. ഇവിടെ മലയാളി സുരക്ഷിതമായ ലോകത്ത് ജീവിക്കുന്നു. ഇതിനിടയിലാണ് മലയാളിയായ പ്രവാസി അവന്റെ കലാസ്വാദനം കൊണ്ടുവരുന്നത്. കല എന്നത് മനുഷ്യനെ പുനർജീവിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മനുഷ്യനെ നോക്കിക്കാണാനും മനുഷ്യത്വം പ്രകടിപ്പിക്കാനും മാനവികത ഉയർത്തിപ്പിടിക്കാനുമുള്ള ജീവിതത്തിന്റെ ശൈഥില്യങ്ങളെ മാറ്റി നിർത്തി യഥാർത്ഥ ഭൂമുഖത്തെ കൊണ്ടുവരുന്നതാണ് കലയും സാഹിത്യം എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കാൻ മറന്നുപോയവൻ പലതുകൊണ്ടും പഠിക്കാൻ കഴിയാത്തവൻ അവൻ ഗൾഫിലെത്തിയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മലയാളം കൂട്ടിയെഴുതാൻ വായിക്കാൻ കഴിയാത്ത മലയാളി പ്രവാസ ജീവിതത്തിനിടയിൽ അക്ഷരങ്ങളോട് കൂട്ടിയിണക്കി അവൻ പഠിച്ചു, വളർന്ന്, എഴുതി സാംസ്കാരിക തലങ്ങൾക്കും അക്ഷരങ്ങൾക്കും കൂട്ടായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രവാസി ഒരു തലത്തിൽ കുടുംബത്തെ ജീവിപ്പിക്കുന്നു. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഇത്രയേറെ പങ്കുവഹിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ കഴിയില്ല. അവനക്ക് വേദനയാണ് ഈ കൂടപ്പിറപ്പുകളോട്, അവനക്ക് നൊമ്പരമാണ് ഇവിടെയുള്ള അട്ടഹാസങ്ങളോട്. എല്ലാവരും പ്രതികരിക്കാറുണ്ട്. എല്ലാറ്റിലും പ്രതികരിക്കുന്ന ഒരേ ഒരു സമൂഹം പ്രവാസി സമൂഹമാണ്. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുന്ന ഘട്ടത്തിൽ പ്രവാസികൾക്ക് അഭിമാനകരമായ ചില സ്തൂപങ്ങൾ ഉണ്ടായിരുന്നു. അവൻ വായിക്കുന്ന പത്രങ്ങൾ കരീർ ടൈംസ് മാത്രമല്ല, വാഷിംഗ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, അൽ അഹ്റാം പോലത്തെ ലോകത്തെണ്ണപ്പെട്ട ന്യൂസ് പത്രങ്ങളിൽ അവൻ വായിക്കുന്നത് ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളെ കുറിച്ചാണ്. അവൻ എപ്പോഴും മുറ്റുകൊള്ളാറുണ്ട്. ഒരു പ്രവാസിയായ ഒരു മലയാളി തൻ്റെ അടുത്ത് ഒരു ഈജിപ്ഷ്യനായ ഒരു പ്രവാസി ഇരിക്കുമ്പോൾ ആ മലയാളിയോട്, ഇന്ത്യക്കാരുടെ പ്രവാസിയായ ഈജിപ്ഷ്യൻ ചോദിക്കുന്നു, നിന്റെ നാട് എത്ര മനോഹരമാണ്, നിന്റെ നാട് രാജ്യം സാമ്പത്തികമായി കൂപ്പുകുത്തിയപ്പോൾ നിന്റെ പ്രധാനമന്ത്രി ചോദിക്കുന്നു അമേരിക്കയോട്, പറയുന്നു നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന്. എന്റെ രാഷ്ട്രം, എന്റെ ഈജിപ്ത് കടക്കണിയിലാണ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള പ്രവാസികൾക്ക് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കി തന്ന മൻമോഹൻ സിംഗിനെ ഞാനിവിടെ സ്മരിക്കുകയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാസികൾക്ക് അതൊരു സംഭാവനയായി, അതൊരു മാധുര്യമായി, അതൊരു ഓർമ്മയുള്ള കരുത്തായി മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഞാനത് പറയല്ല. ഇന്നത്തെ പ്രവാസിയുടെ അവസ്ഥ ദുരന്തമാണ്. ലോകത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവാസികൾ നമ്മൾ കാണുമ്പോൾ നമ്മെ നോക്കി ചിരിക്കുകയാണ്. ഇന്ത്യ അറിയാത്ത ഇന്ത്യ ഭരിക്കുന്നവർ. എന്നാൽ ചേരിചേര രാഷ്ട്രത്തോടൊപ്പം നിന്ന് ഈ രാഷ്ട്രത്തിന്റെ പൂമുഖത്ത് നമ്മൾ പടുതീർത്തൊരു മനോഹരമായ ത്രിവർണമായ മുഖമുണ്ടായിരുന്നു. ആ മുഖം കീറിക്കളഞ്ഞപ്പോൾ പ്രവാസികളായ ഇന്ത്യക്കാർ ഗൾഫിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള പ്രവാസികൾ വേദനിക്കുകയാണ്. ലജ്ജയോടുകൂടിയാണ് ഈ വർത്തമാനകാല ഇന്ത്യയുടെ ഭരണരൂപത്തെ കാണുന്നത്. ഇതിന്റെ കാര്യം പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഇന്ത്യ അറിയാത്തവർ. മഹാത്മജി എന്തെന്ന് പഠിക്കാൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ തിരക്ക് കൂട്ടുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിലേക്ക് വെടിവെച്ച് ഉതിർക്കുന്ന ഒരു കരാളകസ്ഥമായ ജീവിത പദ്ധതിയെ കുറിച്ച് ചിന്തിക്കുന്ന പ്രവാസിക്ക് ഒരിക്കലും അവനക്ക് ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഈ ഒരു മുഖം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തിനിടയിലാണ് മലയാളി വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കവിത എഴുതിക്കൊണ്ടേയിരിക്കുന്നു, സിനിമ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാളത്തിന്റെ ഭാഷയിൽ എല്ലാം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലയാള സാഹിത്യത്തിന്റെ കുലപതി MT പലപ്പോഴും പറയാറുണ്ട് പ്രവാസികളെ കുറിച്ച്, ഇവനില്ലായിരുന്നുവെങ്കിൽ മലയാളത്തിന് സംസ്കൃതി ഉണ്ടാകുമായിരുന്നില്ല എന്ന്. സച്ചിദാനന്ദൻ സർ എപ്പോഴും കവിത എഴുതിയിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിന്റെ പോയ വസന്തങ്ങളിൽ കത്തിക്കീറിയ വിളക്കുമരങ്ങൾക്ക് താഴെ കുടിയിരുന്ന മലയാളിയിലെ അവൻ വിഷപ്പടക്കിക്കൊണ്ട് പറയുന്നു, കൂടപ്പിറപ്പുകളെ നിങ്ങൾ വേദനിക്കരുത്, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന്. അങ്ങനെ എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട സമൂഹമാണ് പ്രവാസികൾ. അവൻ അനുഭവങ്ങൾ വളരെ ദുർഘമാണ്. അവൻ അധ്വാനിക്കുന്നുണ്ട്, അവൻ ത്യാഗം സഹിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ വേദന അറിയാൻ പരിസരങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ നിർവൃത്തിയില്ല. വളരെ പരോത്തിലവും പരിമിതമായ ആളുകൾ മാത്രമേ അവന്റെ ദുഃഖത്തോടൊപ്പം കൂടി നിൽക്കാനുള്ളൂ. നിങ്ങൾ കാണുന്ന യൂസഫ് അലിമാർ കൂടുതലൊന്നും ഗൾഫ് രാഷ്ട്രങ്ങളില്ല. ബാങ്ക് ബാലൻസ് ഉള്ളവർ കുറവാണ്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോഴും വഴിമുട്ടുന്ന, ദൈനംദിന ജീവിതത്തിൽ മക്കളുടെ വിദ്യാഭ്യാസം, ചികിത്സ, ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള
ദൈനംദിന ജീവിതം പാകപ്പെടുകയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നവരിലാണ് 95% പ്രവാസികളും. 1% മാത്രമേ യൂസുഫ് അലി സാഹിബിന്റെ പട്ടിക നിങ്ങൾ കാണാൻ കഴിയുള്ളൂ. പക്ഷേ സർക്കാരിന്റെ മുമ്പിൽ എല്ലാവരും സമ്പന്നരാണ്. ഈ സ്ഥിതി മാറണം, തരംതിരിവുണ്ടാവണം. പ്രവാസി 25-30 വർഷം ഗൾഫിൽ പോയി ജീവിച്ച് തിരിച്ചു വന്നാൽ അവനെ പ്രവേശിപ്പിക്കണ്ടേ, അവനക്ക് ജീവിക്കണ്ടേ? അവൻ നടന്നു പോകുന്ന ഈ വഴികളിൽ ചുറ്റുപാടും കിടന്ന രമ്യ ഹർമ്മ്യങ്ങളിലെ അവന്റെ വിയർപ്പിന്റെ ഗുണമാണത്. കാലിക്കറ്റ് എയർപോർട്ട് പ്രവാസിയുടേതാണ്. ഇപ്പോൾ നടക്കുന്ന എല്ലാ കുത്തരങ്ങളും പ്രവാസിയുടേതാണ്. അവൻ മറക്കുന്നില്ല ഒരു ഭരണകൂടത്തെയും. ഏത് ഭരണമായാലും അവൻ കൊടിയുടെ നിറം നോക്കുന്നില്ല, മതം നോക്കുന്നില്ല. മതം നോക്കാതെ, ചിഹ്നം നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ സ്തൂപങ്ങൾ പണിതാൻ പ്രവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന മനസ്കതയില്ലേ, എങ്ങനെയാ പ്രകീർത്തിച്ചാൽ മതിയാകുക? മുഹമ്മദ് ഉമർ എന്ന് പറയുന്ന പ്രഗത്ഭനായൊരു കഥാകൃത്തുണ്ട് അറബിയിൽ. അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട്. അബറയുടെ കരയിൽ ഞാൻ ചെന്നു നോക്കിയപ്പോൾ മലബാറിലേക്ക് പറക്കുന്ന പക്ഷികളെ കണ്ടു. ഞാൻ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പറക്കുന്നത്? ഞാൻ മലബാറിലേക്കാണ്. പക്ഷിയോട് പറഞ്ഞു മുഹമ്മദ് ഉമർ, നീ ദുഃഖിക്കണ്ട, നിനക്ക് സംസം ജലം പോലെ ശബരിമലയുടെ തീർത്ഥം തരാൻ നിനക്ക് അവിടെ മനുഷ്യരുണ്ടെന്ന് പറഞ്ഞ മുഹമ്മദ് ഉമറിന്റെ കവിതയാണ് എന്നെ ത്രസിപ്പിക്കുന്നത്. ഇത് വെറുതെ പറയുകയല്ല, മനോഹരമായൊരു ചിത്രം പ്രവാസി കുത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അവിടെ ഇന്ന മതക്കാരൻ വേണ്ട, ഇന്ന മതചിഹ്നം വേണ്ട എന്ന് പറയുകയല്ലേ. എന്നാൽ കേട്ടോളൂ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അവിടെ സ്വാതന്ത്ര്യമുള്ള ഭൂമിയല്ല, അവരുടെ ഭരണഘടന ഏകാധിപത്യമാണ്. ഏകാധിപത്യ ഭരണമുള്ള അറബ് രാജ്യങ്ങളിൽ പോലും ക്ഷേത്രങ്ങളിൽ പോകാൻ പണിത് കൊടുക്കുന്നു അറബ് സമൂഹം. എന്റെ കാര്യം ഞാൻ വ്യക്തമാക്കി തന്നെ പറയട്ടെ. പ്രിയങ്കരായ CH മുഹമ്മദ് സാഹിബ് മജ്മുഉൽ ബൂസ്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഇസ്ലാമിക് ഉച്ചകോടി പ്രമേയം അവതരിപ്പിച്ചു. എന്താണ് പ്രമേയം? ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ക്ഷേത്രങ്ങൾ ഉണ്ടാകണം. എല്ലാ അറബ് രാജ്യങ്ങളിലും ഹൈന്ദവ സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ക്ഷേത്രങ്ങളുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് ദേവാലയങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നു, അറബ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഏകാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമല്ല. ജനാധിപത്യ രാജ്യമല്ലാതെ ഏകാധിപത്യ രാജ്യങ്ങളിൽ പോലും എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ഒരു പൂർവീയ ചരിത്രം CH മുഹമ്മദ് മഹാനായ പ്രിയങ്കരി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രിയദർശിനി. ആ പ്രിയദർശിനി അബുദാബി ഇസ്ലാമിക് സെന്ററിന് ശിലാസ്ഥാപനം നടത്തിയവർ പറഞ്ഞ കാര്യമുണ്ട്, ഇവിടെ ഞാൻ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും സിഖിനെയും ഒരുപോലെ കാണുന്നുവെന്ന്. നോക്കൂ നിങ്ങൾ, ഏകാധിപത്യ രാജ്യമായ രാജ്യത്താണ് മതേതരത്വം പറയുക മാത്രമല്ല എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മെ അസ്വസ്ഥമാക്കുന്ന വിധത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോൾ ഞങ്ങളുടേതാണെന്ന് പറയാൻ ഊറ്റം കൊള്ളുന്ന രാഷ്ട്രീയ അധമത്വം കൊണ്ട് വീർപ്പുമുട്ടുന്ന നിങ്ങൾക്കൊപ്പം പ്രവാസികളുമുണ്ട് എന്ന ദുഃഖം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല. കടത്തനാടിന്റെ മണ്ണിൽ ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ലാത്ത കഥകൾക്കൊപ്പം ഞാൻ എൻ്റെ ഈ വാക്കുകൾ സമ്മതിക്കുന്നു. നിർത്തട്ടെ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ജയ് ഭാരത്, ജയ് ഹിന്ദ്. നമസ്കാരം. CVM മാണിവേൽ പ്രവാസ ജീവിതത്തിൻ്റെ പഴയതും പുതിയതുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ പ്രവാസ എഴുത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 35 വർഷക്കാലത്തെ പുറംജീവിതത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ആ പ്രവാസ ജീവിതത്തിന്റെ പഠനങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നതിനെ കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം, പക്ഷെ അതറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയും. കേരളത്തിലെ കന്യാകുമാരി മുതൽ ഗോകർണം വരെ നമുക്ക് അറബിക്കടൽ ഉണ്ടായിട്ടും അറബികൾ വിളിച്ച മോസും എന്ന പേരിൽ നിന്ന് ഇംഗ്ലീഷുകാർ മൺസൂൺ എന്ന വാക്കുണ്ടായിട്ടും നമുക്ക് സാഹിത്യത്തിൽ വലിയ സംഭാവനയൊന്നും കടലിനെ മുൻനിർത്തി നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരുപാട് അടയാളങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് മലബാർ മേഖല. അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കേന്ദ്രമാക്കിക്കൊണ്ട് യൂറോപ്യൻ സെക്ടറിൽ വന്ന പുതുതായ ഒരു പഠനശാഖയാണ് ഇന്ത്യൻ മഹാസമുദ്ര പഠനശാഖ. ഈ ഇന്ത്യൻ മഹാസമുദ്ര പഠനശാഖയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം പുതിയ പഠനങ്ങൾ, മൈഗ്രേഷന്റെ, പല രാജ്യങ്ങളിൽ എത്തിപ്പെട്ട സെറ്റിൽമെന്റിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ഒരാളാണ്
മഹമ്മൂദ് കുരിയ യുടെ സുഹൃത്തുമൊക്കെയായ അദ്ദേഹം നെതർലൻഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ഇപ്പോൾ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഈ സമുദ്ര പഠനങ്ങൾ കിട്ടിയ അവാർഡ് ഫെലോഷിപ്പ് 1 കോടി രൂപയാണ്. പെരിന്തൽമണ്ണക്കാരനായ മദ്രസയിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ് JNU വഴി അയർലൻഡിലെത്തുകയും സമുദ്ര പഠനങ്ങളിൽ മലബാറിന്റെയും ഇന്ത്യയുടെയും പങ്കിനെ കുറിച്ച് ഗവേഷണ പഠനം നടത്തിയതിന്റെ പേരിൽ 1 കോടി രൂപയുടെ അവാർഡ് കിട്ടുന്നത്. അതിനു മുമ്പേ തന്നെ സമുദ്ര പഠനത്തിന്റെ പേരിൽ 2 കോടി രൂപയുടെ ഫെലോഷിപ്പ് അദ്ദേഹത്തിന് യൂറോപ്യൻ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പഠനശാഖ ഇപ്പോ കാലടി യൂണിവേഴ്സിറ്റിയിലെ അഭിലാഷ് മലയിൽ പുതിയ ഇത്തരം സമുദ്ര പഠനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ പഴയ കാലത്ത് ബാബു ഭരദ്വാജ് അസദ് ഒക്കെ നടത്തിയ പഠനമേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഗവേഷണത്തിന്റെയും സാമൂഹ്യ അടയാളത്തിന്റെയും കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പുതിയ പ്രവാസ അനുഭവങ്ങളെ എഴുതാൻ എങ്ങനെ സാധിക്കും എന്നുള്ള തലത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനാണ് ഇപ്പോൾ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ, എൻ്റെ തുറമുഖ ജീവിതത്തിൽ ലോകത്തിലുള്ള വിവിധ കപ്പലുകളിൽ നിന്ന് വരുന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന കപ്പൽ സഞ്ചാരികളായിരുന്നു ഇറാനികൾ. അപ്പൊ അതിൽ ഇറാനിയൻ സുഹൃത്തുക്കൾ പറയുന്നു, നിങ്ങളെ കോഴിക്കോട് വള്ളയിൽ കടപ്പുറത്ത ഒരുപാട് പെണ്ണുങ്ങളെ ഭാര്യമാരായിട്ട് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ ഒരു ഡോക്യുമെന്റ്സ് ആയിട്ട് ഒരു സ്ഥലത്തും അടയാളപ്പെടുത്താത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ തന്നെ ജീവിച്ച കോർഫുക്കാൻ ഫുജറ മേഖലയിൽ ഒരുപാട് അറബികളുടെ ഭാര്യമാർ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് പഴയ കാലത്ത് കപ്പൽ കയറി പോയിട്ടുണ്ട്. ഇതൊന്നും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ബേപ്പൂരിലെ ഉരുത്തൊഴിലാളികളെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ബാബിലോണിയയിലെ ഊർ എന്ന സ്ഥലത്തിൽ നിന്ന് ഖനനം ചെയ്ത കളിമൺ രേഖകളിൽ രേഖപ്പെടുത്തിയ കപ്പൽ നിർമ്മാണത്തിന്റെ അളവുകൾ രേഖപ്പെടുത്തിയ ഈ മൺകട്ടകൾ അന്വേഷിച്ച് പാരീസ് മ്യൂസിയത്തിൽ ചെല്ലണം. പഴശ്ശി രേഖകൾ നമുക്കറിയണമെങ്കിൽ നമ്മൾ ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ പോകണം. അങ്ങനെ ഡോക്യുമെന്റ്സുകളെല്ലാം പുറത്തേക്ക് ആയി പോവുകയും അതൊന്നും രേഖപ്പെടുത്താതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പ്രവാസി അവൻ അനുഭവങ്ങളെ ഇങ്ങനെ ഗവേഷണാത്മകമായി എങ്ങനെ എഴുതണമെന്നുള്ള ഒരു തലത്തിൽ നിൽക്കുന്നത്. അപ്പൊ പഴയ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട്ടുകാരന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു തോട്ടത്തിലൊരു ജീവിതം എന്നതിനപ്പുറത്തേക്ക് പ്രവാസ അനുഭവങ്ങളുടെ ലോകം ഇന്ന് എഡ്വേർഡ് സൈദിനെ പോലെയുള്ള ആളുകളെ ഒക്കെ അങ്ങനെ പലരും ഉണ്ട് പുറം രാജ്യങ്ങളിൽ. അത്തരത്തിലുള്ള എഴുത്തിന്റെ രീതികളിലേക്ക് എഴുത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും മലയാളത്തിൽ നിന്ന് ഒരുപാട് എഴുത്തുകാർ അനുഭവക്കുറിപ്പുകളായും നോവലായും കവിതകളായും ഒക്കെ എഴുതുന്നുണ്ട്, പുസ്തകങ്ങളായി വരുന്നുണ്ട്. പക്ഷെ ഇത്ര ചരിത്ര ഡോക്യുമെന്റ്സിന്റെ പിൻബലത്തോടുകൂടി എത്രമാത്രം എഴുതപ്പെടുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യം പറയാം. ഞാൻ 35 വർഷം മുന്നേ തുറമുഖ ജീവിതത്തിൽ ചേർന്ന അവസരത്തിൽ കപ്പലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ ഞങ്ങളെ ലെഡ്ജറിൽ കപ്പലിന് എഴുതുന്ന പേര് ഷീ എന്നാണ്. അങ്ങനെയാണ് ഞാൻ കപ്പലില്ലാത്ത തുറമുഖം, അവളില്ലാത്ത തുറമുഖം അന്നത്തെ പ്രവാസികൾ ആരും കുടുംബജീവിതത്തില്ല, എല്ലാ ഏകാഗികളായിരുന്നു. അങ്ങനെ ഒരു രൂപകം ഈ പുറം ജീവിതത്തിൽ നിന്ന് ഈ ഞാൻ പറയുന്ന സമുദ്ര പഠനങ്ങളുടെ ഇതിൽ നിന്ന് കണ്ടെടുക്കുകയും പിന്നീട് ഭാവന കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപപ്പെടുത്തുകയും ചെയ്യാണ്. ഇത്തരത്തിലുള്ള എഴുത്തുകൾക്കാണ് ഇപ്പം പ്രാമുഖ്യം കിട്ടുന്നത്. അത്തരത്തിലുള്ള എഴുത്തിലേക്ക് സാവകാശം പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഗതാർഹമായ കാര്യമാണ്. അതുകൊണ്ട് ഈ ഇന്ത്യൻ സമുദ്ര മേഖലയായിട്ടുള്ള പഠനങ്ങൾ അത് വിവിധ ജേർണലുകളിൽ ഇപ്പം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും, വെബ്സൈറ്റിലൂടെയും വായിക്കാൻ കഴിയും. അത് കൂടുതൽ മലബാർ തീരത്തെക്കുറിച്ചും മലബാറിലുള്ള മറ്റ് രാജ്യക്കാർ, വെറും അറബികൾ മാത്രമല്ല, ഡച്ചുകാർ, ഫിലിഷ്യന്മാർ, പോർച്ചുഗീസുകാർ, ഇവരൊക്കെ ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ ഏകദേശം 2000 ചില്ലാനും പദങ്ങൾ അറബി പദങ്ങളാണ്. അതുകൂടാതെ പേർഷ്യൻ, ചൈനീസ്, മക്ഷി എന്നൊക്കെ പറഞ്ഞ ചൈനക്കാർ കൊണ്ടുവന്ന വാക്കാണ്. ആദിന എന്ന് ബ്രസീലിൽ നിന്ന് വന്ന ഒരു വൃക്ഷമാണ്.
നാലുകെട്ട്, പിന്നെ അതേപോലെ തുളസിമുറ്റ, ഇതൊക്കെ പുറത്തു വന്നുള്ള സാധനങ്ങളാണ്. ഇതൊന്നും നമ്മുടെ ചരിത്രരേഖകളിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇത്തരം അന്വേഷണങ്ങളായി പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ വളരെ സമ്പന്നമായൊരു മലബാർ തീരത്തെ കുടിയേറ്റത്തിന്റെ ചരിത്രം നമ്മൾ അവിടെ നിന്ന് നോക്കാതെ ഇവിടുന്ന് നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്കുള്ള ഒരു ചരിത്ര പഠന മേഖല പ്രവാസ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിയുമെന്ന് ഇത്തരം പഠനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള പഠനങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കുമെന്ന് എൻ്റെ ഈ സംസാരത്തിലൂടെ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് തന്നെ ഇപ്പൊ കടത്തനാട്ട് വീട്ടി കുമാരമാഷാണ് മലയാളത്തിലെ എത്രത്തോളം അറബി വളരെ കൂടുതലൊന്നും കുമാരമാഷ ആ പ്രബന്ധത്തിൽ പറയുന്നില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ സാഹിത്യ അക്കാദമിയുടെ മഞ്ജരി എന്ന പുസ്തകത്തിൽ ആ പഠനമുണ്ട്. ഈ മലയാളത്തിൽ വന്നു ചേർന്ന അറബി പദങ്ങളെ കുറിച്ച് ആദ്യമായിട്ടൊരു ലേഖനം മലയാളി എന്ന നിലക്ക് എഴുതപ്പെടുന്നത് ഈ മഞ്ജരിയിലൂടെയാണ്. അറബി പദങ്ങളെ കുറിച്ച് ഈ കടത്തനാടൻ ഉത്സവം നടക്കുന്ന സമയത്ത് അത്തരത്തിലൊരാൾ ഈ സെമിനാറിന്റെ വിഷയത്തിൽ പറയാൻ കഴിഞ്ഞു എന്നതിൽ വളരെ എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയ മാഷെ അങ്ങനെ പറയാൻ പറ്റിയതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഈ പഠന മേഖലയോടൊപ്പം പ്രവാസി അനുഭവങ്ങളെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് കണ്ണും കാതും ഉണ്ടാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. CVM വാണിമലിൻ്റെയും സത്യേട്ടൻ്റെ എല്ലാം വളരെ വിശദമായ പ്രസംഗങ്ങൾക്ക് ശേഷം എന്താണ് അടുത്ത് നിങ്ങളോട് സംവദിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാസി എന്നത് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് നോക്കിയാൽ എന്താണ് പ്രവാസം എന്ന് നിർവചിക്കാൻ പറ്റാത്ത നമ്മളെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്ത് വിവിധ തരങ്ങളായ ഉദ്യോഗങ്ങളായിട്ടും കാര്യങ്ങളായിട്ടും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന നമ്മുടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ. അപ്പോൾ ഇതൊക്കെ വിവിധ തരങ്ങളായ പ്രവാസങ്ങളായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ 25 വർഷമായിട്ട് UAE ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് അവിടുത്തെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പരിച്ഛേദം, നമ്മുടെ മലബാറിൻ്റെ പ്രത്യേകിച്ച് മലബാറിൻ്റെ പല സായാഹ്നങ്ങളും പല ചർച്ചാവേദികളിലും പല പരിപാടികളിലും പങ്കെടുക്കുകയും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ നമുക്ക് കൂടിയിരിക്കാനും നമ്മുടെ നാടിൻ്റെ നോസ്റ്റാൾജിയ സംസാരിക്കാനും ചർച്ചകളും നടക്കുന്നത്. ഓണാഘോഷമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങ് വരുന്ന ഞായറാഴ്ചയും ഒരു അസോസിയേഷൻ്റെ ഓണാഘോഷം ഉണ്ടായിരുന്നു. ഓണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. അപ്പോൾ അതാണ് ഗൾഫിലെ സ്ഥിതി. അതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത വിഷു വരുന്നവരെ ഓണം നടക്കും, പെരുന്നാൾ ആഘോഷം നടക്കും, ക്രിസ്മസ് ആഘോഷം നടക്കും. ഇങ്ങനെ പല നമ്മുടെ വാരാന്ത്യ അവധി ദിനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പല അസോസിയേഷനും പല രീതിയിൽ വളരെ ഒരു സമൂഹങ്ങൾ തമ്മിൽ വളരെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് വിദേശത്ത് എവിടെ ചെന്നാലും, ഞാൻ ഇടയ്ക്ക് യൂറോപ്പിൽ പോയപ്പോൾ പിന്നെ അവരും പറയുന്നുണ്ടായിരുന്നു ഓണാഘോഷം അവർക്കും അങ്ങനെ തന്നെയാണ്. വളരെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിവിധ സെഷനുകളായിട്ട് പരിപാടികൾ നടക്കും, വാരാന്ത്യാവധികളെ കൂട്ടിച്ചേർത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് സാഹിത്യ നിരൂപണത്തിനും സാഹിത്യ ചർച്ചകൾക്കും അതുപോലെ തന്നെ കൂടിയിരിക്കലുകൾക്കും ഒരു പ്രവാസി എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു UAE ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് തോന്നുന്നത് കൂടുതൽ അവസരം കിട്ടുന്നത് ഞങ്ങൾക്ക് വിദേശത്ത് തന്നെയാണ്. അതിൽ കൂടി ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ബന്ധങ്ങൾ സുദൃഢമാക്കുകയും ഞങ്ങളുടെ സൗഹൃദങ്ങൾ വളരെ ആഴത്തിലുള്ളതാക്കുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ വിവിധ തരങ്ങളായ വിവിധ നേതാക്കന്മാരെ, വിവിധ എഴുത്തുകാരികളെ, വിവിധ തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകരെ എല്ലാം അടുത്തറിയാനും നമുക്കറിയാം. നമ്മുടെ നാട്ടിൻ്റെ ഏത് പ്രദേശത്തുള്ള ഏത് സാംസ്കാരിക പ്രവർത്തകനായാലും സിനിമാ പ്രവർത്തകനായാലും അവരൊക്കെ
വർഷത്തിൽ അല്ലെങ്കിൽ എന്ന് പറയാ ഒരു 6 മാസത്തിലെങ്കിലും ഒരിക്കൽ ഗൾഫിലേക്ക് വരുന്നവരാണ്. അതുകൊണ്ട് അവരൊക്കെ അടുത്തറിയാനും ഇടപഴകാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നത് കുറച്ച് കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്നവർക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള കൂടിച്ചേരുകൾ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ നമുക്ക് കൂട്ടമായി വരുന്നത്, അതിൻ്റെ ഒരു റിസൾട്ടായി വരുന്നത് നമുക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഒരുപാട് ഇങ്ങനത്തെ സായാഹ്നങ്ങൾ വേദിയാകാറുണ്ട്. ഏതായാലും ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പ്രകടിപ്പിക്കുന്നു. താങ്ക് യു. പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് കാണികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ നീക്കാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ മൈക്ക് അങ്ങോട്ട് തരുന്നതാണ്. 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു സെക്ഷൻ അവസാനിക്കും. ആർക്കെങ്കിലും ഓക്കെ, ഈ ഒരു ചടങ്ങിനെ നന്ദി അർപ്പിക്കുവാൻ വേണ്ടി രാജൻ പുത്തലത്തവർകളെ ക്ഷണിക്കുന്നു. പ്രവാസിയുടെ ലോകങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ സദസ്സിൽ ചർച്ചകളും അതുപോലെ തന്നെ ചർച്ചകളുടെയും സജീവമാക്കിയ ബഹുമാനപ്പെട്ട ശ്രീ KK ഉസ്മാൻ, ശ്രീ CVM വാണിമേൽ, ശ്രീ യൂനസ് ഹസൻ, ശ്രീ സത്യൻ മാടാക്കര എന്നിവരെയും ഈ സെഷനിൽ സ്വാഗതം ആശംസിച്ച ശ്രീ ജമാൽ കോരങ്ങോടിനെയും അതോടൊപ്പം ഈ വേദിയിൽ ഈ സദസ്സിൽ ശ്രോതാക്കളെയും ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.